ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പോപ്പ് തിരുമേനി ആ സ്ഥാനം ഏറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ വിശുദ്ധ കുർബാന അർപ്പിച്ച് കൈമുത്തിക്കുവാൻ താഴേക്ക് ഇറങ്ങി നിന്ന ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ ഇന്നലെ പോലെ തെളിഞ്ഞു വരുന്നുണ്ട്. തൻ്റെ മുന്നിലേക്ക് കടന്നു വന്ന ഭക്തജനങ്ങളുടെ ഇടയിൽ, തൻ്റെ മുദ്രമോതിരം മുത്തി അനുഗ്രഹം പ്രാപിക്കുവാൻ കടന്നു വന്ന ഭക്തരുടെ ഇടയിൽ തിരുമേനിയുടെ മനസ്സിൽ അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു. അമ്മ തൻ്റെ മുന്നിൽ വന്നപ്പോൾ തിരുമേനി പറഞ്ഞ ഒരു വാക്യമുണ്ട്. അമ്മയുടെ കരങ്ങളിൽ കിടക്കുന്ന, വിരലുകളിൽ കിടക്കുന്ന ആ പിത്തള മോതിരത്തിൻ്റെ അത്ര ശക്തിയൊന്നും എൻ്റെ ഈ മുദ്രമോതിരത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അമ്മയുടെ പിത്തള മോതിരം ഞാനൊന്ന് മുത്തിക്കൊള്ളട്ടെ. അതിൻ്റെ ശക്തിയിലാണ് ഞാൻ വളർന്നു വന്നത്. ഞാൻ ഇവിടം വരെ എത്തിയതിന് പിന്നിൽ അമ്മയുടെ വലിയ ത്യാഗവും ബുദ്ധിമുട്ടുകളുമുണ്ട്. അമ്മ, മനസ്സോട് ഞാൻ പറയുകയാണ്, ആ പിത്തള മോതിരം എൻ്റെ മുന്നിലൊന്ന് നീട്ടിത്തരണം. എനിക്കതിൽ മുത്തി അനുഗ്രഹം പ്രാപിക്കണം. ഒരുപക്ഷെ മറ്റൊരു മാതൃദിനം കൂടി നാം തിരിഞ്ഞു പോകുമ്പോൾ, നമ്മളിൽ നിന്ന് മാതൃജനദിനത്തിൻ്റെ ആഘോഷങ്ങൾ സ്വീകരിച്ച് നാം കടത്തിവിടുമ്പോഴും അമ്മമാരെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ പലവിധ വർണ്ണങ്ങൾ തെളിയിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അമ്മമാരെ പ്രകീർത്തിച്ച് അവരുടെ ദൗത്യങ്ങളെ ഏറ്റുപറഞ്ഞ് അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പല സന്ദേശങ്ങളും പരസ്പരം കൈമാറി. അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു സമയമായി നാം പലരും ഈ ഒരു സമയമെങ്കിലും തിരഞ്ഞെടുത്തു എന്നുള്ളത് സ്വാഗതാർഹമായ ഒരു കാര്യവുമാണ്. 33-ാമത്തെ വയസ്സിൽ തൻ്റെ സ്വന്തം മകൻ്റെ ജീവിതം അവസാനിപ്പിച്ച് അവൻ ചാട്ടവാറുകളുടെ അടിയേറ്റ് പിടഞ്ഞു വീഴുന്നതും സ്വന്തം ജീവിതം സ്വന്തം കണ്ണിന് മുന്നാലെ നഷ്ടപ്പെടുത്തുന്നത് കാണുമ്പോഴും വേദനയോടെ ദുഃഖങ്ങൾ അടിച്ചമർത്തിയ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയുടെ വേദനകൾ നാം തിരിച്ചറിയുമ്പോൾ എല്ലാ സ്ത്രീകളും ആ അമ്മയുടെ വേദനകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അമ്മമാർ തൻ്റെ മക്കളെ സ്നേഹിക്കുമ്പോൾ, തൻ്റെ കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ അവർ പല തലങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല ചുമതലകളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു വല്യമ്മ എന്ന നിലയിൽ പല ചുമതലകൾ അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ പരിണതഫലമായി പല ഉത്തരവാദിത്തങ്ങളും അവളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും നാം അറിയേണ്ടതുണ്ട്. നമുക്കെല്ലാം ആവശ്യമുള്ള, നമ്മുടെ സമയത്തിന് നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു അലാം എന്ന നിലയിൽ അവൾ തൻ്റെ ചുമതല ഏറ്റെടുത്ത് തുടങ്ങുമ്പോൾ അതിനുശേഷം അവൾ ഓരോ ഘട്ടങ്ങളിലൂടെയും നമുക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ഒരു കുക്ക് എന്ന നിലയിൽ, നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെടിപ്പാക്കുന്ന ഒരു ബാല്യക്കാരി എന്ന നിലയിൽ, നമ്മുടെ വീട്ടിലെ നമ്മുടെ സൗകര്യങ്ങളെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട ഒരു തൂപ്പുകാരി എന്ന നിലയിൽ, നമുക്ക് വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെ പരിചരിക്കുന്ന ഒരു നല്ല സാന്ത്വനം എന്ന നിലയിൽ, നമുക്ക് വേദനകൾ ഉണ്ടാകുമ്പോൾ അത് ഇറക്കി വയ്ക്കുവാനുള്ള ഒരു നല്ല അത്താണി എന്ന നിലയിൽ അവളുടെ ചുമതലകൾ ഓരോന്നോരോന്നായി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ചുമതലകളെല്ലാം ഏറ്റെടുത്തതിന് ശേഷം തിരികെ നോക്കുമ്പോഴാണ് അമ്മ ഒരു പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന് നാം ചിന്തിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകുന്നത്. നമ്മുടെ അമ്മമാർ ഒരിക്കലും പരാജയങ്ങളാവുന്നില്ല. സമൂഹത്തിൻ്റെ മുന്നിൽ അവർ പരാജയങ്ങളായി തീരുന്നുണ്ടെങ്കിൽ പോലും അവർ നമ്മുടെ അടുക്കൽ, നമ്മുടെ മനസ്സുകളിൽ അവരൊരു വലിയ വിജയമായി തീരുന്നുണ്ടെങ്കിൽ ആ അമ്മമാരുടെ ആർദ്രമായ മനസ്സും ആ അമ്മമാരുടെ കൃത്യമായ ചുമതലാ ബോധ്യവും അവരുടെ അധ്വാനവുമെല്ലാം നമുക്ക് വേണ്ടി അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നതിൻ്റെ പ്രതീകങ്ങളായി അവർ ഏറ്റെടുക്കുന്നു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. വേച്ചു പോകുമ്പോൾ നമ്മെ താങ്ങുവാനുള്ള ഒരു ശക്തിയായി, കുഴഞ്ഞു പോകുമ്പോൾ താങ്ങി നിർത്തുവാനുള്ള ശക്തിയായി, മറന്നു പോകുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു അമ്മയായി, അകന്നു പോകുമ്പോൾ അടുത്ത് നിർത്തുവാൻ സ്വന്തം കൈ നീട്ടി തരുന്ന ഒരു പ്രിയപ്പെട്ടവളായി, അങ്ങനെ ഏതെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോഴും സ്വന്തം എന്ന് പറയുവാനുള്ള കേവലമായ രണ്ടക്ഷരമാണ്, ഒരു വികാരമാണ്, നമ്മുടെ ഒരു സാമീപ്യമാണ് നമ്മുടെ അമ്മ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു അമ്മയുടെ വിജയരഹസ്യം എവിടെയാണ്? പരിത്യാഗത്തിലൂടെ സ്വയം നഷ്ടപ്പെടുത്തുന്നവളാണ് അവൾ. അവളെല്ലാം ഇട്ടെറിഞ്ഞ് തൻ്റെ മക്കൾക്ക് വേണ്ടി
തൻ്റെ ഭർത്താവിന് വേണ്ടി, തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, തൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി എല്ലാം ജീവിതം പരിത്യജിക്കുമ്പോൾ അവർ ലാഭമായി കാണുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ: മറ്റുള്ളവൻ്റെ സംതൃപ്തിയും തൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെ നിലനിൽപ്പും. അത് ഏറ്റെടുക്കുമ്പോൾ ആർജവത്വത്തോടെ, കഷ്ടപ്പാടുകളുടെ നടുവിൽ നിൽക്കുമ്പോഴും അത് സ്വീകരിക്കുവാനുള്ള ഒരു വലിയ മനസ്സ്. അത് ആദ്യം സൂചിപ്പിച്ചതുപോലെ 33-ാമത്തെ വയസ്സിൽ യുവാവായിരുന്ന തൻ്റെ സ്വന്തം മകൻ്റെ ജീവിതം അവസാനിക്കുന്നത് കൺമുമ്പിൽ കാണുമ്പോൾ, പിടഞ്ഞു മരിക്കുന്ന ആ മകന് വേണ്ടി മാതൃഹൃദയം തേങ്ങിയതോർക്കുമ്പോൾ അവിടെ പരിത്യാഗത്തിൻ്റെ വലിയ ഒരു ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ലോകപ്രശസ്തനായ എഴുത്തുകാരൻ പൗലോ കൊയ്ലോ തൻ്റെ വാൽക്കൈറിസ് എന്ന നോവലിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ശക്തമായ ഒരു ലോകം നിലനിർത്തുവാൻ, തൻ്റെ പ്രിയപ്പെട്ടവരെ കൈപിടിച്ച് നിലനിർത്തുവാൻ വലിയ സ്നേഹം പകർന്നു കൊടുക്കുന്നവനായ കർത്താവ്, അത് മാലാഖമാർ മുഖാന്തരമായി സമൂഹത്തിന് അനുഭവവേദ്യമാകുമ്പോൾ ആ മാലാഖമാരുടെ അതേ സ്ഥാനമാണ് നമ്മുടെ അമ്മമാർക്ക് ഉള്ളത് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ശ്രേഷ്ഠയായ ഒരു മാലാഖയ്ക്ക് അപ്പുറമായി അമ്മയെ കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മമാരുടെ സാന്നിധ്യം നമ്മളെ നിലനിർത്തുന്നു എന്നും ആ അമ്മമാരുടെ സാന്നിധ്യം നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു അമ്മച്ചി തൻ്റെ ജീവിതാന്ത്യകാലത്ത് മകൻ്റെ മുന്നിൽ യാചിച്ച ഒരാവശ്യമുണ്ട്. അവൾക്ക് മക്കൾ നൽകിയ സ്ഥാനം ഒരു വൃദ്ധസദനത്തിലായിരുന്നു. ഒരു ദിവസം തൻ്റെ മകനെ അമ്മ അവളുടെ അടുക്കൽ വിളിച്ചു വരുത്തി. അവനോട് പറഞ്ഞു, മകനെ, എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. ചൂട് വല്ലാണ്ട് വർദ്ധിക്കുകയാണ്. ഇനിയുള്ള സമയങ്ങളിലെങ്കിലും എനിക്കൊരു ഫാൻ നീ വാങ്ങിത്തരണം. എന്ത് ചെയ്യുവാനും മനസ്സുള്ള മകൻ അല്പം വേദനയോടെ അമ്മയുടെ അടുക്കൽ ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. അമ്മ എന്തുകൊണ്ടാണ് ഇത് എന്നോട് നേരത്തെ ആവശ്യപ്പെടാതിരുന്നത്? എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ നിനക്ക് ചെയ്തു തരുവാൻ എനിക്ക് സാധിക്കുമായിരുന്നല്ലോ. അത് സന്തോഷത്തോടെയാണല്ലോ ഞങ്ങൾ ചെയ്തു തരുന്നത്. അമ്മ പറഞ്ഞു, മകനെ, ഇത്രയും നാൾ ചോദിക്കാതിരുന്നതിന് ഒരു കാരണമുണ്ട്. ഈ ചൂടെല്ലാം സഹിക്കുവാൻ എന്നെക്കൊണ്ട് സാധിക്കും. പക്ഷേ നീ നാളെ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവിടെ ആ ഫാൻ തൂങ്ങിക്കിടക്കുന്നില്ല എങ്കിൽ നിനക്ക് ഈ ചൂടിനെ സഹിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് ആവശ്യപ്പെടുന്നത്. വളരെ ഗൗരവത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ കുറവുകളിലെല്ലാം, തൻ്റെ പരിമിതികളിലെല്ലാം ഏതെല്ലാം തരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളും അടിച്ചമർത്തലുകളും ഏൽക്കേണ്ടി വരുമ്പോഴും അതെല്ലാം സഹിക്കുവാൻ അവളുടെ മനസ്സിന് ശക്തിയുണ്ടായിരുന്നു, ത്രാണിയുണ്ടായിരുന്നു. അവിടെയും അവൾ കരുതുന്നത് തൻ്റെ മകൻ, തന്നെ നോക്കേണ്ട മകൻ തന്നെ നോക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അവന് ഭാവിയിൽ ഒരു കുറവ് വരുവാൻ, ഒരു വേദന അനുഭവിക്കാൻ ഇടയാകരുത് എന്നുള്ള ആ അമ്മയുടെ മനസ്സ്, ആ അമ്മ മനസ്സാണ് അവളോട് പറഞ്ഞത്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, നിനക്ക് നാളെ ഇത് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് പ്രകൃതിയുടെ നിയമവുമാണ്, അത് മാറ്റാൻ സാധിക്കില്ല. പക്ഷേ അന്ന് നിൻ്റെ മകൻ നീ എന്നോട് കാണിച്ച സ്നേഹമൊന്നും അവിടെ കാണിച്ചു കൊള്ളണമെന്നില്ല, നിനക്ക് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഇന്നിത് ഇവിടെ സ്വരുക്കൂട്ടി വെച്ചാൽ നീ ഇവിടെ വരുമ്പോൾ നിനക്ക് അതിൻ്റെ കാറ്റ് കൊള്ളുവാൻ നീ ഭാഗ്യമുള്ളവനായിത്തീരും. അതാണ് അമ്മയുടെ മനസ്സ്, നാം തിരിച്ചറിയേണ്ട അമ്മയുടെ മനസ്സ്, നമ്മുടെ അമ്മയുടെ മനസ്സ് എന്നുള്ളത് ഓർത്തുകൊള്ളണം. പൗരോഹിത്യത്തിൻ്റെ ഓരോ തലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, ഓരോ മേഖലകളിലൂടെയും കടന്നു പോകുമ്പോൾ വ്യക്തിപരമായി എൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്, കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളത് പറയുവാൻ എനിക്ക് സന്തോഷവും അഭിമാനവുമാണുള്ളത്. മിക്കവാറും രാത്രികളിൽ താഴെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മ, അവളുടെ കാലുകളിലെ തയമ്പിൻ്റെ ബലം കൂടുമ്പോൾ അത് എൻ്റെ ജീവിതത്തിന്, എൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കരുതൽ, മുതൽക്കൂട്ടൽ എൻ്റെ അമ്മ നടത്തുകയാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അതാണ് എന്നെ ഈ വഴിയിലൂടെ ശക്തിയായി, ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അനുഗ്രഹമായി തീരുന്നത് എന്നുള്ളതും പങ്കുവയ്ക്കട്ടെ. ആ അമ്മയുടെ മനസ്സെല്ലാം എൻ്റെ അമ്മയുടെ മാത്രം മനസ്സല്ല, അത് സമൂഹത്തിലുള്ള എല്ലാ അമ്മമാരുടെയും മനസ്സാണ്. തൻ്റെ മക്കളെ കരുതുന്നവളായ അമ്മ, തൻ്റെ മക്കൾക്ക് വേണ്ടി കരയുന്നവളായ അമ്മ, തൻ്റെ മക്കൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നവളായ അമ്മ, എല്ലാം നഷ്ടപ്പെടുത്തുവാൻ മനസ്സോടെ കടന്നു വരുന്ന അമ്മ. ആ അമ്മയുടെ പ്രാർത്ഥന
കർത്താവിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ അത് നമുക്ക് മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. തോമസ് ആൽവ എഡിസനെക്കുറിച്ച് ഒരു കഥയുണ്ട്. തോമസ് ആൽവ എഡിസൺ വലിയ ബുദ്ധിമാനായിരുന്നു. അവൻ ഏർപ്പെട്ട മേഖലകളിൽ കടന്നുപോയ മാർഗങ്ങളിലെല്ലാം വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ ബാല്യകാലം അവനെ സംബന്ധിച്ചിടത്തോളം അത്ര ശോഭയുള്ളതായിരുന്നില്ല. പഠിക്കുവാൻ ക്ലാസ്സിൽ ഏറ്റവും മോശക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം തോമസ് ആൽവ എഡിസൻ്റെ കയ്യിൽ ഒരു കത്ത് ടീച്ചർ കൊടുത്തുവിട്ടു. അത് അമ്മയ്ക്കുള്ള കത്തായിരുന്നു. അമ്മ അത് വായിച്ചു നോക്കി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. എഡിസൺ ചോദിച്ചു, അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മ പറഞ്ഞു, മോനെ, ഇത് സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. ടീച്ചർ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നിനക്കറിയാമോ? ടീച്ചർ പറയുന്നു, നിന്നെപ്പോലെ ഇത്ര മിടുക്കനായ ബുദ്ധിവൈഭവമുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അമ്മ അവൻ്റെ പഠനത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കണം. അമ്മ കൂടെ ഇരുത്തി അവനെ പഠിപ്പിക്കണം. അവൻ്റെ മേഖലകളിലെല്ലാം അവനെ വലിയവനാക്കണം. അമ്മ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു. കാരണം ടീച്ചർ എന്താണ് എഴുതി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂട്ടി വായിക്കുവാനുള്ള പഠനം അവൻ്റെ ജീവിതകാലത്ത് അവൻ സ്വീകരിച്ചിരുന്നില്ല. കുറേ നാളുകൾക്ക് ശേഷം, അമ്മയുടെ മരണത്തിനെല്ലാം ശേഷം, അവൻ തൻ്റെ മേഖലകളിലെല്ലാം വിജയിച്ചതിന് ശേഷം ഒരു ദിവസം അവൻ്റെ കയ്യിൽ ഒരു പഴയ ഡയറി കിട്ടി. അവനത് മറിച്ചു നോക്കുമ്പോൾ അന്ന് അധ്യാപിക കൊടുത്തുവിട്ട ആ കത്ത് അതിൽ സുരക്ഷിതമായിരിക്കുന്നു. അവനത് വായിച്ചു നോക്കി. അതിലെഴുതിയിരിക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണു. അതിലെഴുതിയിരിക്കുന്നു, നിങ്ങളുടെ മകൻ മഹാഭോഷനാണ്. അവനെ ഇവരുടെ കൂടെ ഇരുത്തി പഠിപ്പിച്ചാൽ മറ്റുള്ള കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഇവനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വീട്ടിലെന്തെങ്കിലും ജോലി എടുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെ വളർത്തുന്നതായിരിക്കും നല്ലത്. ഈ സ്കൂളിലേക്ക് ഇനി നിങ്ങളുടെ മകനെ പറഞ്ഞയക്കേണ്ടതില്ല. ഈ കത്ത് വായിച്ച അമ്മയാണ് സങ്കടം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചപ്പോൾ ആ അമ്മയോട് ചോദിച്ച മകൻ്റെ മുന്നിൽ അമ്മ സന്തോഷത്തോടെ അത് സന്തോഷമായി നടിച്ച് മകനോട് പറഞ്ഞു, മകനെ, നിന്നെപ്പോലെ വലിയൊരാളെ പഠിപ്പിക്കുവാനുള്ള ഒരു വലിയ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നില്ല. അത് അമ്മയുടെ കരങ്ങളിലേക്ക് തിരികെ ഏൽപ്പിക്കുകയാണ്. ആ ചുമതല അവൾ ഏറ്റെടുക്കുകയായിരുന്നു. തോമസ് ആൽവ എഡിസൺ വീണ്ടും ഓർക്കുന്നു, അന്ന് തൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ച്, തൻ്റെ ഭോഷത്തെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം അതോടുകൂടി തകിടം മറിയുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എങ്ങനെ എന്നെ താങ്ങി നിർത്തണമെന്ന് വ്യക്തമായി ബോധ്യമുള്ളവളായിരുന്നു. അവൾ എന്നെ താങ്ങി നിർത്തുവാൻ ശ്രമം നടത്തിയപ്പോൾ ഞാൻ ശ്രേഷ്ഠനാണെന്നും ബുദ്ധി കൂടിയവനാണെന്നും എൻ്റെ ജീവിതം കൊണ്ട് മറ്റു പലർക്കും വലിയ അനുഗ്രഹങ്ങൾ സാധ്യതയുള്ളവനാണ് എന്നും എന്നോട് പറഞ്ഞപ്പോൾ അമ്മയുടെ വാക്കുകളെ വിശ്വസിച്ച ഞാൻ അവളുടെ ആഗ്രഹത്തിനനുസരിച്ച് വളരുകയായിരുന്നു. അത് ഒരു ആധ്യാത്മിക വളർച്ചയാണ്. ആ വളർച്ചയുടെ ഒടുവിലാണ് അവൻ എല്ലാറ്റിനും മേലെ പല കണ്ടുപിടുത്തങ്ങൾ നടത്തി ലോകത്തിന് ശ്രേഷ്ഠനായി സ്വീകാര്യനായി മാറുന്നത്. അമ്മയുടെ ഒരു ചെറിയ പ്രവൃത്തി, ബുദ്ധിപൂർവമായ കരുതൽ, തൻ്റെ മകനെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തൽ, അവനെ എങ്ങനെ ഒരു കുഴപ്പത്തിൽ നിന്ന്, ഒരു പതനത്തിൽ നിന്ന് വളർത്തിയെടുക്കണമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞവൾ, അതിനൊരു ഉദാഹരണം ഈ അമ്മ തന്നെയാണ്. ഈ അമ്മമാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പലപ്പോഴും വീണു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ താങ്ങി പിടിക്കുവാൻ, നമ്മളുടെ കുറവുകളെക്കുറിച്ച് അത് ഉണ്മകളായി സ്വീകരിച്ച് നമുക്ക് ഭവിച്ചിരിക്കുന്ന കുറവുകളല്ല, അത് കൂടുതലുകളാണ്, അത് നന്മകളാണ് എന്ന് നമ്മോട് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ആ നന്മയുടെ അംശം, കൂടുതലുകളുടെ അംശം നമ്മളിൽ വളർത്തിയെടുക്കുവാൻ, നമ്മെ ഒരു പൂർണ്ണ മനുഷ്യനാക്കുവാൻ അമ്മമാർ കഷ്ടപ്പെടുന്നത് തീർച്ചയായും നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം അമ്മമാർക്ക് ആ ചുമതല ബോധ്യത്തോടെ തൻ്റെ മക്കളെയും പ്രിയപ്പെട്ടവരെയും പരിചരിക്കുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പുനർവിചിന്തനം ചെയ്യേണ്ട സമയമായി തീർന്നിരിക്കുന്നു എന്ന് കരുതുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാമൂഹികമായ പല മാറ്റങ്ങൾക്കൊപ്പം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനവധിയായി നമ്മളിൽ പ്രതിഫലിക്കുകയാണ്. അമ്മമാരുടെ സ്ഥാനത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാതിരിക്കുന്ന ഒരു തലമുറ ചില സമയങ്ങളിൽ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളത് നാം വളരെ ബോധ്യത്തോടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. TV വന്നതോടുകൂടി നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ വളരെയേറെയായി. പലപ്പോഴും മറ്റുള്ളവരുടെ അടുക്കൽ നമുക്ക് ഇടപെടുവാനുള്ള സമയം TVയുടെ മുന്നിൽ ചെലവഴിക്കുവാൻ നാം നിർബന്ധിതരായിത്തീരുകയാണ്. മൊബൈൽ ഫോൺ വന്നതോടുകൂടി കത്തുകൾ എഴുതുന്ന ശീലം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഓവൻ വന്നതോടുകൂടി ഭക്ഷണം പാകം ചെയ്യുവാനുള്ള എല്ലാ ചുമതലകളും അതിനെ ഏൽപ്പിച്ച് സമയലാഭം കണ്ടെത്തുവാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.
നമുക്ക് പലപ്പോഴും സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച്, വാഹനങ്ങളുടെ എണ്ണം മുറ്റത്ത് കൂടുന്നതനുസരിച്ച് നാം നടക്കുവാൻ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഫാസ്റ്റ് ഫുഡ് നമുക്ക് ലഭിക്കുന്നതോടുകൂടി നാം ഭക്ഷണം പാകം ചെയ്യുവാൻ മറന്നു പോകുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം മകനെ മാറോട് ചേർത്ത് അവന് അമ്മിഞ്ഞപ്പാൽ പകർന്നു കൊടുക്കുന്ന ഒരു അമ്മയുടെ സാന്നിധ്യം ഇപ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരു ദുരന്തമായി ലോകത്തിൻ്റെ മുന്നിൽ ഒരു വേദനയായി അവശേഷിക്കുകയാണ്. പലപ്പോഴും അതിന് പകരം വയ്ക്കുവാനുള്ള വസ്തുക്കളുടെ കണ്ടുപിടുത്തമോ കടന്നുകയറ്റമോ പലപ്പോഴും നമ്മുടെ ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെല്ലാം അപ്പുറയാകണം അമ്മയുടെ ഒരു സ്ഥാനം, ഇതിനെല്ലാം അപ്പുറയാകണം അമ്മയുടെ സ്നേഹം, ഇതിനെല്ലാം അപ്പുറയാകണം അമ്മയുടെ വൈകാരികമായ മക്കളോടുള്ള ബന്ധം എന്ന് പറയുന്നത്. ബുദ്ധനും ശിഷ്യന്മാരും ഒരിക്കൽ ഒരു വഴി ഇങ്ങനെ കടന്നു പോവുകയാണ്. അവർ പോകുന്ന വഴിക്ക് ബുദ്ധന് ഒരല്പം വെള്ളം കുടിക്കണമെന്നൊരാഗ്രഹം തോന്നി. അടുത്തുള്ള ആറിലേക്ക് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, അവിടെ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരണം. കുറച്ച് സമയത്തിന് ശേഷം ശിഷ്യന്മാർ തിരികെ വന്നു. ബുദ്ധൻ്റെ അടുക്കൽ പറഞ്ഞു, ആ വെള്ളം ആകെ കലങ്ങിയതാണ്. ഒരു ഭാഗത്ത് പശുക്കിടാങ്ങളെ കുളിപ്പിക്കുന്ന കുറേ കർഷകർ അവിടെയുണ്ട്, തുണി അലക്കുന്ന കുറേ സ്ത്രീകൾ അവിടെയുണ്ട്. അവരെല്ലാം ഈ വെള്ളത്തിൽ തന്നെ നിന്ന് ചെയ്യുമ്പോൾ ആ വെള്ളം കലങ്ങി മറിഞ്ഞ് കുടിക്കാൻ യോഗ്യമല്ലാത്ത തരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബുദ്ധൻ അവരോട് പറഞ്ഞു, ഒരല്പസമയം അവിടെ വിശ്രമിക്കുക. അതിനുശേഷം ഒരു ധ്യാനത്തിലേക്ക് അദ്ദേഹം കടന്നുപോയി. ധ്യാനത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം എഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, പോയി കുടിക്കുവാനുള്ള വെള്ളം എടുത്തുകൊണ്ടുവരിക. അവരവിടെ ചെല്ലുമ്പോൾ പളുങ്കുമണി പോലെ മനോഹരമായ ജലാശയമായി അത് മാറിയിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അവർ വലിയ സന്തോഷത്തോടെ ബുദ്ധന് ജലം കൊടുക്കുവാനുള്ള ശ്രേഷ്ഠമായ കരുതലുകളോടുകൂടി ആവശ്യത്തിന് ജലവും ശേഖരിച്ച് ബുദ്ധൻ്റെ അടുക്കൽ ചെന്നു. ബുദ്ധൻ അവരോട് പറഞ്ഞു, അല്പസമയം ശാന്തമായിരിക്കുക, കലങ്ങിയിരിക്കുന്നതെല്ലാം തെളിഞ്ഞു വരും, ഊറലുകളായി കുഴപ്പങ്ങളെല്ലാം താഴേക്ക് അടിയും. അതിനുശേഷം നമുക്ക് ലഭ്യമാകുന്നത് മനോഹരമായ, നമുക്ക് ഉപയോഗയോഗ്യമായ പളുങ്കുമണി പോലെ നമുക്ക് സ്പർശിക്കുവാൻ കഴിയുന്ന വസ്തുക്കളായി മാറും. ഒരു അമ്മയുടെ സാന്നിധ്യവും ഇതുതന്നെയാണ്. സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അമ്മയുടെ അടുക്കൽ പോയിരിക്കുക, അമ്മയോട് കുറച്ച് സമയം സംവദിക്കുക. അമ്മ തന്നെ ചുമന്നുകൊണ്ട് നടന്ന കഥകളിലേക്ക് ചെവി കൂർപ്പിക്കുക. അമ്മയുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും സ്നേഹങ്ങളുമൊക്കെ നമ്മളോട് പങ്കുവയ്ക്കുമ്പോൾ ബാല്യകാലം മുതൽ തങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നാം എത്തിച്ചേർന്നിട്ടുണ്ടോ അതുവരെയുള്ള സമയങ്ങളെക്കുറിച്ച് അമ്മയുമായി സംവദിക്കുക. എല്ലാം കെട്ടടങ്ങും. കലങ്ങിയതെല്ലാം മനോഹരമായി അടിയിലേക്ക് ഊറിപ്പോകും. അതിനുശേഷം നമ്മുടെ മനസ്സ് സ്ഫടികമായി മാറുകയും ചെയ്യും. അത് ഒരു വലിയ അത്ഭുതമാണ്. അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വലിയ മാസ്മരികമായ ഒരു ശക്തിയാണ്. അത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ 33-ാമത്തെ വയസ്സിൽ തൻ്റെ മകൻ്റെ മരണം കണ്ട അമ്മ, നമ്മളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും മരണത്തോട് മുഖാമുഖം സംവദിച്ച അമ്മ, നമ്മുടെ ഓരോ കുറവുകളും വലിയ മരണങ്ങളോ ദുരന്തങ്ങളോ ആയി അമ്മയുടെ മനസ്സിൽ സ്വീകരിച്ച് അവയെല്ലാം അത്യധ്വാനത്തോടെ തട്ടിമാറ്റി അതിന് തെളിമ നൽകിയ നമ്മുടെ അമ്മ, ആ അമ്മ സ്നേഹത്തോടെ നമ്മുടെ നെറുകിൽ തലോടുമ്പോൾ, ഒരു മുത്തം നൽകുമ്പോൾ, അത് അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകി സ്നേഹത്തിൻ്റെ കണ്ണുനീർ ചാലുകളായി തീരുമ്പോൾ അത് വലിയ ഒരു അനുഗ്രഹ പ്രവാഹമായി നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അമ്മമാരുടെ മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, ശ്രേഷ്ഠരായ അമ്മമാർ ലോകത്തിന് കൂടുതൽ കാലം നേതൃത്വം നൽകുവാൻ, മക്കളെ സ്നേഹിക്കുവാൻ, ഉത്തമരായ മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുവാൻ അമ്മമാർ നടത്തുന്ന അധ്വാനങ്ങൾക്ക് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.